കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മുടെ കീം എൻട്രൻസിൻ്റെ മാർക്ക് പബ്ലിഷ് ചെയ്തു. നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ 300-ൽ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും ഇപ്പം ഏകദേശം അറിഞ്ഞു കഴിഞ്ഞ് കാണും. കുറേ കുട്ടികൾ നോട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്സുകാരുണ്ട്, 6 മാർക്ക്, 8 മാർക്ക്, അങ്ങനെ ഒത്തിരി ഉണ്ട് 10-ൽ താഴെ. അപ്പോൾ കുട്ടികളെല്ലാം ആദ്യമായിട്ടായിരിക്കും ചിലയിടത്ത് വീടുകളിലൊക്കെ ഒരു കുട്ടി തോക്കുന്നതായിട്ട്. ഇത്രയും നാളും ഒരു എക്സാമിനും തോറ്റ് കാണത്തില്ല. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 10ാം ക്ലാസ് വരെയും +1 +2 ഒക്കെ അടിപൊളി മാർക്കോടുകൂടി പാസ്സായി വന്ന കുട്ടി അതിപ്പോൾ എൻട്രൻസിനാണെന്നേ ഉള്ളൂ തോറ്റു എന്നുള്ള ഒരു ലേബൽ, ഒരു പേരുദോഷം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വീട്ടുകാർക്ക് ഒരു വിഷമമായിട്ടുണ്ട്. അവരാശ്ചര്യപ്പെട്ടു എന്ന് മീൻസ് അങ്ങനെ സംഭവിച്ചോ എന്നുള്ളൊരു രീതിയിൽ കൂടെയാണ് എന്നെ കാണുന്നത്. നമുക്കിവിടെ 300-ൽ 10 മാർക്കാണ് വേണ്ടത്. 300-ൽ 10. ഓക്കെ, ഇത് നോർമലൈസ്ഡ് സ്കോർ 300-ൽ 10 വരുമ്പോഴാണ് ക്വാളിഫൈ ആവുന്നത്. അതിന് താഴെ വരുന്ന എല്ലാം ഡിസ്ക്വാളിഫൈ, നോട്ട് എലിജിബിൾ ആയിട്ടുണ്ട്. നോട്ട് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇനിയും കയറാൻ നമുക്ക് പറ്റില്ല, റാങ്ക് ലിസ്റ്റ് വഴി പറ്റില്ല. ബാക്കി വേറെ 1-2 വഴിയുണ്ട്, അത് നമ്മൾ ഉടൻ തന്നെ എങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളതെല്ലാം നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചെയ്തിട്ടേക്കണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് എത്തിക്കുകയും ചെയ്യും. അതിന് വേണ്ട വഴികൾ കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അപ്പം 300-ൽ 10 ആണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഒത്തിരി കുട്ടികൾക്ക് ഇല്ല. എൻ്റെ തോട്ടത്തിൽ ഈ വർഷം നന്നേ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ. ഏകദേശം ഫുള്ളായിട്ടില്ല, ഉടൻ തന്നെ അതൊക്കെ അറിയും. ഇപ്പോഴത്തെ രീതി വെച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ 600-ൽ 583 ഫസ്റ്റ് റാങ്ക്. അതുപോലെ 600-ൽ 575 അതാണ് നമ്മുടെ സെക്കൻഡ് റാങ്ക്. ഇതൊക്കെയായിരുന്നു. ഇത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഈ വർഷം ഇത്രയും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത്. മുഴുവൻ എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്കിവിടെ വന്നേക്കുന്നത് ഇപ്പോൾ 300-ൽ 300 കിട്ടിയെന്ന് വിചാരിക്കുക PCM-ന്. ഓക്കെ, ശരിയല്ലേ? ഇവിടെ ഇവർക്ക് 600-ൽ 583 കിട്ടിയവർക്ക് 300-ൽ 300 കിട്ടിയെന്ന് വെച്ചോ. ബാക്കി 300-ലാണ് 283 കിട്ടിയേക്കുന്നത്. അങ്ങനെയാണിത് നമുക്ക് 583 ആവുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കീം സ്കോറിന് ഏകദേശം 300-ൽ 280 എത്തിക്കാണുമോ? സാധ്യത കുറവല്ലേ? അത്ര ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നില്ല. കാരണം 32 മാർക്കുള്ളവർക്ക് 32 മാർക്സ് കേട്ടോ, 32 പോയിൻറ്റ് സംതിങ് ഉള്ളവർക്ക് 50% ആണുള്ളത് കേട്ടോ. 50% അല്ല, 50% ആണുള്ളത് കേട്ടോ. എന്ന് പറയാൻ മീനിങ് എന്താ? 32 മാർക്കുള്ളവനും 50%, 48 മാർക്കുള്ളവർക്ക് 60%, അതൊക്കെയാണ് കേട്ടോ. 48 മാർക്സ് ഉള്ളവർക്ക് 60% ആണുള്ളത്. 60% അല്ല, ഞാനങ്ങ് പെർസെൻറ്റേജ് അങ്ങ് എഴുതി പോകുന്നതേ ഉള്ളൂ. പെർസെൻറ്റൈൽ. ഓക്കെ, പെർസെൻറ്റേജും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ആക്യുറസി കൂട്ടുകയും ഒരാളെ ഇച്ചിരി വാല്യൂ ചെയ്യാൻ പറ്റുന്നത് പെർസെൻറ്റേജിലാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ 75 മാർക്കുള്ളവർക്ക് ഏകദേശം 75, 77 ആ പെർസെൻറ്റേജിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. 111, 110 ഉള്ളവർക്ക് ഏകദേശം 89% വന്നിട്ടുണ്ട്. പിന്നെ ഒരാളെ ഞാൻ കണ്ടു, എനിക്കറിയത്തില്ല, നമുക്ക് തന്ന മെസ്സേജ് 200 മാർക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. 97%. എനിക്കറിയത്തില്ല, സത്യമാണോ എന്നറിയത്തില്ല, എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പെർസെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി 32-നെ കുറിച്ച് തന്നെ നമുക്കൊന്ന് നോക്കാം. 32 മാർക്കുള്ളവന് അല്ലെങ്കിൽ 32.5, 32.5 എന്നൊക്കെ വിചാരിച്ചാൽ മതി. എത്രല്ല? 300. ശ്രദ്ധിക്കേണ്ടതാണ്. 300-ൽ 32 മാർക്കുള്ളതിന് 50% എന്ന് പറഞ്ഞാൽ പകുതിക്ക് എത്തി നിൽക്കുക എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ 0, 300 ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 32 മാർക്ക് വാങ്ങിച്ചതേ ഉള്ളൂ. 32 മാർക്ക് എന്ന് പറയുമ്പോൾ നടുക്ക് വരത്തില്ല, രണ്ടിൻ്റെയും അർത്ഥം പറയാം. ഇവിടെ എവിടെയെങ്കിലും ഒരു 32 വരത്തുള്ളൂ, നടുക്ക് വരുമ്പോൾ 150 മാർക്ക് വരണം അല്ലേ. ഇവിടെ 32 എത്തിയപ്പോഴത്തേക്ക് 50% ആൾക്കാർ അതിന് താഴെയാണ്. പകുതി ആൾക്കാരും 32 താഴെയോ വാങ്ങിച്ചിട്ടുള്ളൂ എന്നർത്ഥം. കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല, പലർക്കും അറിയത്തില്ല. 32 മാർക്ക് വാങ്ങിച്ചവൻ്റെ പെർസെൻറ്റേജിൽ 50 കേട്ടോ. എന്ന് പറഞ്ഞാൽ 50% എന്ന് പറയുന്ന മീനിങ് എന്തുവാ? 50% ആൾക്കാരും 32 താഴെയാണ് എന്നർത്ഥം. അപ്പോൾ അത്രേ എത്തിയിട്ടുള്ളൂ. 32 മാർക്ക് മതിയായിരുന്നു. ആ പകുതി ആൾക്കാരുടെ മാർക്ക് 32 അതിൽ താഴെയാണ് അർത്ഥം. ഓക്കെ,
എന്ന് പറയുമ്പോൾ നമുക്ക് മീനിങ് എന്ന് പറയുമ്പോൾ 50% എന്ന് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഇനിയും 100 പേരുണ്ടെങ്കിൽ 50 പേരുണ്ട്, പുറകിലോട്ട് എത്ര പേര്? 50 പേര് എന്നുള്ളൊരു കണക്കാണ്. നടുക്ക് വന്ന് നിൽക്കുക. പക്ഷേ അപ്പോൾ എത്ര മതി? 32 എന്ന് പറഞ്ഞാൽ 300 32 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 10 പോയിൻ്റ് അല്ലെങ്കിൽ 11 എന്നങ്ങ് എടുത്തോ. 11 എന്നെടുത്തോ. 11 മാർക്ക് 300-ൽ 11% മാർക്ക് വാങ്ങിച്ച ഒരാൾ പകുതി ആൾക്കാരിൽ എത്തിപ്പെട്ടു. പകുതി എന്ന് പറഞ്ഞാൽ മാർക്ക് നന്നേ കുറവാണ് എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 300-ൽ 32 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11% എന്നേ ഉള്ളൂ കേട്ടോ. 11% വാങ്ങിച്ച ഒരു വ്യക്തി എഴുതിയ ആൾക്കാരിൽ 50% ആൾക്കാരിൽ എത്തി. മീൻസ് പകുതി ആൾക്കാർ അത്രയ്ക്ക് എത്തിയിട്ടുള്ളൂ എന്നർത്ഥം. മാർക്ക് നന്നേ കുറവാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണിത്. ഇനിയും നമ്മുടെ ഈ 32 മാർക്ക് കിട്ടിയവൻ്റെയൊക്കെ ചിലപ്പോൾ PCMൻ്റെ മാർക്ക് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. PCMൻ്റെ മാർക്ക് വളരെ കൂടുതലായിരിക്കും കേട്ടോ. അതൊരു 300-ൽ ഏകദേശം 300-ലാക്കുമ്പോൾ അല്ലെങ്കിൽ 360-ലൊക്കെ അവർക്ക് കിട്ടിയത് ചിലപ്പോൾ 320 കാണും. 360-ൽ 320 കാണും PCMന്. പക്ഷേ ഇതിന് വരുമ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും എനിക്ക് ഇട്ട് ഒരു 1-2 പേര് വിളിച്ച് 360-ൽ 320 PCM ഉള്ള ഒരാൾ എലിജിബിൾ പോലും ആയിട്ടില്ല കീം എക്സാമിന്. ഏകദേശം 8 മാർക്കും 6 മാർക്കും ഒക്കെ അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നോട്ട് എലിജിബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മാർക്ക് നന്നേ കുറവായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളിപ്പോൾ ഏകദേശം അറിഞ്ഞു നോക്കി ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വഴിയെ ബാക്കിയൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 48 മാർക്കുള്ള ഒരാളുടെ പെർസെൻറ്റേജ് എത്രയാണ്? 60 എന്ന് പറഞ്ഞാൽ 48കാരൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ്. അവൻ്റെ മുന്നിൽ ഇനി ഒരു 40 ആൾക്കാരേ ഉള്ളൂ എന്നുള്ള രീതി മനസ്സിലായോ? 40 60 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? 40ാമതാണ് നടത്തും. 40 കേട്ടോ. 60 എത്തി എന്ന് പറഞ്ഞാൽ ഇനി ഒരു 40 കൂടെ കവർ ചെയ്താൽ അവൻ ഫുൾ എത്തിയതിനേ വരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറും 48 കിട്ടിയപ്പോഴത്തേക്കേ അവിടം വരെ എത്തി, ഇവിടം വരെ എത്തി. 60 ആ പൊസിഷനിലെത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുമ്പോൾ 40 കേട്ടോ. 40 പേരെ മുന്നിലുള്ളൂ എന്നർത്ഥം. അതാണ് എൻ്റെ അർത്ഥം കേട്ടോ. പുറയിലോട്ട് 59 പേരുണ്ട്, മുന്നിലോട്ട് 40 പേരുണ്ട്. അതാണ് 60%-ൻ്റെ ഏകദേശാർത്ഥം എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ. അപ്പോൾ നോക്കിക്കേ, 300-ൽ 48 ഉള്ളപ്പോഴത്തേക്ക് ഇത്ര എത്തും. അപ്പം അതുപോലെ 75 ഉള്ളവൻ്റെ പെർസെൻറ്റേജ് എത്ര? 77 കേട്ടോ. ഇല്ലെങ്കിൽ 78 79 ഒക്കെ വരും. എന്ന് പറയുമ്പോൾ 75 മാർക്ക് മതി. ഏകദേശം 3/4 ഭാഗം മീൻസ് 4-ൽ 3 ഭാഗത്തിൻ്റെ മുന്നിലെത്തി. അത്രയും മാർക്ക് മതിയായിരുന്നു. മനസ്സിലായോ? 75 മാർക്ക് 300-ൽ 75 കിട്ടുന്നവൻ ഏകദേശം ഇവിടെ എത്തി. മീൻസ് ഇനി ഒരു 25% ആൾക്കാരുടെ ഉള്ളു കവറാവൻ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മുന്നിലെത്താൻ പറ്റി. അത്രയും മാർക്ക് കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ 100ഒക്കെ കിട്ടുമ്പോൾ അറിയാമല്ലോ ഇച്ചിരി സ്പീഡിലെത്തും. എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലിയൊരു മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് ഉടനെ അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങളെ എത്തിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തും തരും. പിന്നെ മറ്റുള്ള വഴികൾ മീൻസ് ഫെയിലായവരുടെ വഴികൾ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും, ഡേറ്റ കിട്ടും. മാക്സിമം ഉള്ളത് ഞാൻ നമ്മുടെ അതിന് റിപ്ലൈ തരുന്നുണ്ട്. എല്ലാത്തിനൂടെ പറ്റുന്നില്ല, എന്നാലും റിപ്ലൈ തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മാർക്കും സ്കോറും എല്ലാം ഒന്ന് ഇട്ട് തരിക. ഉടൻ തന്നെ നിങ്ങളുടെ +2 മാർക്കും അപ്ലോഡ് ചെയ്യാനുള്ള സ്ലോട്ട് ഇപ്പോൾ തന്നെ വരും. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഉടൻ തന്നെ നമുക്ക് പറ്റുന്ന പോലെ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.